ചീഫ് ഖാദിയായ, പള്ളിയിലെ ഇമാമായ, എല്ലാറ്റിലും ഉപരി അന്ത്യപ്രവാചകനായ സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. എല്ലാ വാപ്പമാരും ചിന്തിക്കണം. ചിലര് ഒരു പഞ്ചായത്ത് മെമ്പറായാൽ അല്ലെങ്കിൽ 10 കാശ് കയ്യിലുണ്ടായാൽ മക്കളെ കെട്ടിച്ചേക്കുമ്പോ അവർക്ക് കൊടുക്കുന്ന ഉപദേശം, നീ അവിടെ പോയിട്ട് പണിയൊന്നും കൊടുക്കണ്ട, ഈ ശരിക്കും അവിടെ കടന്നോളുണ്ട്, ശരീരം അളകണ്ട എന്നൊക്കെ പറഞ്ഞുള്ള ഉപദേശമാണെങ്കിൽ അള്ളാന്റെ റസൂൽ മകളോട് പറയുകയാണ്, മോളെ, നിന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നീ അതാ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ആ ഭർത്താവിനെ സ്വീകരിച്ചു കൊണ്ടുപോകണം മകളെ. നോക്കൂ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതാണ് നല്ല അനുസരണയുള്ള ഭാര്യയുടെ ലക്ഷണം. ഭർത്താവതാ പ്രയാസപ്പെടുന്നവനാണ്, നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ പോയവനാണ്, മനസ്സും ശരീരവും തളർന്ന് അയാൾ കയറി വരികയാണ്. ഒരു ഹോട്ടൽ തൊഴിലാളിയാണ് നോക്കുക, അവിടുത്തെ ഒരു സപ്ലയർ ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും മാന്യമായ ഒരു ജോലികളിൽ ഒന്നതാണ്. അത് കഴിഞ്ഞ് അയാൾ വീട്ടിലേക്ക് വരുമ്പോഴേക്ക് അയാളെ മനസ്സിലെത്ര വേദന. ഒരാൾക്ക് വെള്ളം കൊടുത്തപ്പോ അതിലൊരു കരട് കണ്ടു, അതിന്റെ പേരിൽ 2 ചീത്ത വാക്ക്. വേറൊരാൾക്ക് ചായ ഓർഡർ ചെയ്തപ്പോ എത്തിക്കാൻ 2 മിനിറ്റ് വൈകി, അതിന്റെ പേരിൽ കുത്തുവാക്ക്. വേറെ ഒരുത്തന് പൊരിച്ച മീൻ കൊടുത്തപ്പോ അതിന്റെ വലിപ്പം കുറഞ്ഞ്, അതിന്റെ പേരിൽ ചീത്ത വാക്ക്. ഇത് കേട്ട് 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 അവസാനം മനസ്സ് മരവിച്ച് ഇയാൾ ചിന്തിക്കാണ്, എന്തിനീ പണി, ഇട്ടെറിഞ്ഞി പോട്ടെ, ആവൂല എന്ന് കരുതി ഉച്ചനേരത്തെ ഇറങ്ങിപ്പോന്നാലോ എന്ന് വിചാരിച്ചപ്പം ഭാര്യയുടെ മനസ്സ് അയാളെ ഹൃദയത്തിൽ വന്നു, ഭാര്യയുടെ മുഖം. അയാൾ ചിന്തിച്ചു, അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, കുട്ടികൾക്ക് ആഹാരം വിളമ്പണ്ടേ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ എന്റെ കയ്യിലുള്ള മാംസത്തിന്റെയും മത്സ്യത്തിന്റെയും മുറ നോക്കി, മിഠായിയുടെ പൊതി നോക്കി, അരിയുടെ സഞ്ചി നോക്കി, ഏതാ കുടുംബം അവിടെ നിൽക്കുന്നില്ലേ? ഇത് ചിന്തിച്ചുകൊണ്ടാണ് അയാൾ പിന്നെയും ഈ ചീത്തവാക്ക് കേട്ട് ജോലി തുടർന്നതെങ്കിൽ അയാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അങ്ങാടിയിൽ വെച്ച് കേട്ട, ഹോട്ടലിൽ വെച്ച് കേട്ട ചീത്തവാക്കുകളുടെ വേദന മുഴുവനും തന്റെ ഭാര്യയെ കാണുമ്പോൾ ഒലിച്ചിറങ്ങിപ്പോകണം. അതിനാ ഭാര്യതാ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്നേഹത്തോടെ ഭർത്താവിനെ ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മളൊക്കെ ഭാര്യമാരുടെ സ്വഭാവം കാണാം. ഭർത്താവ് വരുന്നുണ്ടെന്ന് കണ്ടാൽ ചില പെണ്ണുങ്ങൾ പോയിട്ട് അകത്ത് കിടക്കല. എന്നിട്ട് ഇയാള് ചെരുപ്പോണ്ട് വരച്ചാലും കൊല്ലിയോട്ട് കാറിയാലും കൊരച്ചാലും ഒന്നും ഇവിടെ കേൾക്കൂല. വാതിലിന് മുട്ടിയാലും ഇവളറിയില്ല. പിന്നെ ഉമ്മയെ മറ്റോ വന്ന് വായി തുറന്നു. പിന്നെ ഇയാള് റൂമിൽ കയറി ഉരുട്ടി നോക്കിയാലോ ഒരു വിവരവും ഉണ്ടാവില്ല. നുള്ളി നോക്കും, അപ്പോ നിങ്ങളെപ്പോ എത്തി, ഓളൊരു വിവരവും അറിയില്ല. എന്നിട്ട് എന്താ പറയാ, വല്ലാത്ത തലവേദന കൊണ്ട് കിടന്നതാണ് എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ വീഴില്ല. ഈ പെണ്ണുങ്ങളെ മനഃശാസ്ത്രം എന്താ അറിയില്ല. അവര് വിചാരിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹം എനിക്ക് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അവശതയും പ്രയാസവും രോഗവും ഇങ്ങനെ അഭിനയിച്ചാൽ അയാളെന്നെ ഇങ്ങനെ സ്നേഹിച്ച് തലോടി കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കാണിച്ച് അങ്ങനെ ഈ സ്നേഹം കിട്ടുക എന്നാണ് വിചാരിച്ചത്. അത് തെറ്റായ ധാരണയാണ്. സ്വന്തം പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും വിസ്മരിച്ചുകൊണ്ട് ഭർത്താവിന് സ്നേഹം കൊടുക്കാൻ ഒരാൾ ശ്രമിച്ചാൽ നിങ്ങൾ പറയാതെ നിങ്ങളെ വേദന വായിച്ചറിയാൻ ആ ഭർത്താവിന് കഴിയും. അയാള് 10 മടങ്ങ് സ്നേഹം തിരിച്ചു തരും. വേറെ ചിലർ ഇവിടെ ചിന്തിക്കലെന്താ, ഞാനിപ്പോ എന്തിനാണ് അങ്ങനൊക്കെ ഇറങ്ങിയെന്ന് സ്വീകരിക്കേണ്ട ആളൊന്നല്ല ഞാനിവിടെ വന്നത് വെറും കയ്യോടെയാണോ, 100 ആയിട്ട് വന്നതല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് ഇയാളെ സ്വീകരിക്കാൻ ഇറങ്ങിച്ചെല്ലേണ്ടത് എന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ടാവും. അവിടെ നമ്മൾ ഓർക്കുക, പണം കൊണ്ട് ഒരാൾക്കും സ്നേഹം വാങ്ങാൻ കഴിയില്ല. അല്ലാഹു പറഞ്ഞില്ലേ, ലൗ അൻഫഖത മാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം. ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവാക്കിയാലും മനുഷ്യ മനസ്സുകളെ യോജിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത് അല്ലാഹ് ഉണ്ടാക്കേണ്ടത്. സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു തരാതിരിക്കില്ല. പണം കൊടുത്ത് സ്നേഹം വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹം പങ്കുവെക്കാൻ വേണ്ടിയുള്ള പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ഹബീബായ നബി തങ്ങൾ മകളെ ഉപദേശിക്കുന്നു, വീട്ടിലേക്ക് കയറി വരുമ്പോ നീ ഇറങ്ങിച്ചെന്ന് സ്വീകരിക്കുക. റൂമിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, റൂമിലെത്തുന്നതിന് മുമ്പ് റൂമും പരിസരവും ഒക്കെ വൃത്തിയാക്കുകയും ബെഡും കസേരയും ഒക്കെ നേരെയാക്കുകയും ചെയ്യണം. അവിടെ ഇരുന്നാൽ ഭർത്താവിന് നീ എന്താണ് ആവശ്യം
അത് സാധിപ്പിച്ചു കൊടുക്കണം. അതിന്റെ മുന്നോടിയായി അദ്ദേഹത്തിന്റെ മേൽത്തട്ടം നീ വാങ്ങി അയലിലിടുക. ചെരുപ്പ് ഊരി വച്ചാൽ അത് സൂക്ഷിക്കുന്നിടത്തേക്ക് നീ കയറ്റി വെക്കണം മകളെ. ശേഷം ഭർത്താവിന്റെ ചാരത്തിരുന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? വെള്ളമാണോ? അത് എത്തിച്ചു കൊടുക്കണം. ഭക്ഷണമാണോ? അത് എത്തിച്ചു കൊടുക്കണം. ശേഷം ഭർത്താവിന്റെ താല്പര്യങ്ങൾ ആരായുക, അതിനനുസരിച്ച്